ഹലോ ഫ്രണ്ട്സ്, സ്മാർട്ട് സ്റ്റാർട്ട് PSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ബയോളജിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഭാഗമായിട്ടുള്ള വൈറ്റമിൻസ്, ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും എന്ന ഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതിലെ എല്ലാ പോയിൻറ്റ്സും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ക്ലാസ്സാണ്. കണ്ടു നോക്കണം, സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ ഫുള്ള് കാണാനൊന്ന് ശ്രമിക്കുക. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ജീവകം എന്നാൽ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ് എന്നിവയെ പോലെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഒരു പോഷക ഘടകമാണ്. നമ്മുടെ ബോഡിക്ക് ഒരിക്കലും ജീവകം തനിയെ ഉണ്ടാക്കാൻ കഴിയില്ല. ആഹാരത്തിലൂടെയാണ് വൈറ്റമിൻസ് പ്രധാനമായിട്ടും ശരീരത്തിന് കിട്ടുന്നത്. ആഹാരത്തിലൂടെയാണ് വൈറ്റമിൻസിന് പ്രധാനമായും ശരീരത്തിന് ലഭ്യമാകുന്നത്. ജീവകം എന്ന പദം നാമകരണം ചെയ്തത് കാസിമർ ഫങ്ക്. കാസിമർ ഫങ്കാണ് ജീവകം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. വിറ്റാമിൻ തെറാപ്പിയുടെ പിതാവ് എന്നറിയപ്പെടുന്നതും കാസിമർ ഫങ്ക്. വിറ്റാമിൻ തെറാപ്പിയുടെ പിതാവ് എന്നറിയപ്പെടുന്നതും കാസിമർ ഫങ്ക്. വിറ്റാമിൻസ് എന്നത് വൈറ്റൽ, അതേപോലെ അമീൻ എന്നീ രണ്ട് പദങ്ങളിൽ നിന്നാണ് രൂപം കൊണ്ടത്. വിറ്റാമിൻ ആദ്യമായി കണ്ടെത്തിയത് NI ലുനീൻ ആണ് വിറ്റാമിൻ കണ്ടെത്തിയത്. വിറ്റാമിൻ എന്ന പദം ഉപയോഗിച്ചത് കാസിമർ ഫങ്ക്. കോ എൻസൈം എന്നറിയപ്പെടുന്ന ആഹാര ഘടകമാണ് ജീവകം. കോ എൻസൈം എന്നറിയപ്പെടുന്ന ആഹാര ഘടകമാണ് ജീവകം. ആകെ 13 ജീവകങ്ങളുള്ളതിൽ 8 എണ്ണം ജീവകം B കോംപ്ലക്സിൽ ഉൾപ്പെടുന്നു. ആകെ 13 ജീവകങ്ങളാണുള്ളത്, അതിൽ 8 എണ്ണം ജീവകം B കോംപ്ലക്സിൽ ഉൾപ്പെടുന്നു. വിറ്റാമിനുകളെ ലയത്വത്തിനനുസരിച്ച് അവയെ കൊഴുപ്പിൽ ലയിക്കുന്നവ, ജലത്തിൽ ലയിക്കുന്നവ എന്നിങ്ങനെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. വൈറ്റമിൻസിനെ ലയത്വത്തിനനുസരിച്ച് അവ കൊഴുപ്പിൽ ലയിക്കുന്നവയും ജലത്തിൽ ലയിക്കുന്നവ എന്നിങ്ങനെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. കൊഴുപ്പിൽ ലയിക്കുന്നവ ഏതൊക്കെയാണെന്ന് നോക്കാം. A, D, E, K എന്നീ വൈറ്റമിൻസ് ആണ് കൊഴുപ്പിൽ ലയിക്കുന്നത്. ജലത്തിൽ ലയിക്കുന്നത് Bയും Cയും. B, C എന്നിവ ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിൻസ് ആണ്. വിറ്റാമിനുകളുടെ ആധിക്യം മൂലം ശരീരത്തിനുണ്ടാകുന്ന അവസ്ഥയാണ് ജീവകാധിക്യം എന്നറിയപ്പെടുന്നത്. വിറ്റാമിനുകളുടെ ആധിക്യം മൂലം ശരീരത്തിനുണ്ടാകുന്ന അവസ്ഥയാണ് ജീവകാധിക്യം. അടുത്തത് ജീവകങ്ങളും രാസനാമങ്ങളും നോക്കാം. ജീവകം A റെറ്റിനാൾ. ജീവകം A റെറ്റിനാൾ. B1 തയാമിൻ. B1 തയാമിൻ. B2 റൈബോഫ്ലാവിൻ. B2 റൈബോഫ്ലാവിൻ. B3 നിയാസിനിൻ അല്ലെങ്കിൽ നിക്കോട്ടിനിക് ആസിഡ്. B3 നിയാസിൻ അല്ലെങ്കിൽ നിക്കോട്ടിനിക് ആസിഡ്. B5 പാൻറ്റോതെനിക്. B5 പാൻറ്റോതെനിക്. B6 പിരിഡോക്സിൻ. B6 പിരിഡോക്സിൻ. B7 അല്ലെങ്കിൽ H ബയോട്ടിൻ. B9 ഫോളിക് ആസിഡ്. B9 ഫോളിക് ആസിഡ്. B12 സയനോകൊബാലമിൻ. വൈറ്റമിൻ C അസ്കോർബിക് ആസിഡ്. D കാൽസിഫെറോൾ. E ടോക്കോഫെറോൾ. K ഫില്ലോക്വിനോൺ. ഒന്നുകൂടെ നോക്കാം. ജീവകം A റെറ്റിനാൾ. B1 തയാമിൻ. B2 റൈബോഫ്ലാവിൻ. B3 നിയാസിൻ അല്ലെങ്കിൽ നിക്കോട്ടിനിക് ആസിഡ്. B5 പാൻറ്റോതെനിക്. B6 പെരിഡോക്സിൻ. B7 അല്ലെങ്കിൽ H ബയോട്ടിൻ. B9 ഫോളിക് ആസിഡ്. B12 സയനോകൊബാലമിൻ. ജീവകം C അസ്കോർബിക് ആസിഡ്. ജീവകം D കാൽസിഫെറോൾ. ജീവകം E ടോക്കോഫെറോൾ. ജീവകം K ഫില്ലോക്വിനോൺ. ഇനി നമുക്ക് ഓരോ ജീവകവും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം ജീവകം A. ജീവകം Aൻ്റെ രാസനാമമാണ് റെറ്റിനോൾ. ജീവകം A റെറ്റിനോൾ. ജീവകം Aയുടെ ആദ്യ രൂപം ബീറ്റ കരോട്ടീൻ ആണ്. ജീവകം Aൻ്റെ ആദ്യ രൂപം ബീറ്റ കരോട്ടീൻ. സസ്യങ്ങളിൽ കാണപ്പെടുന്ന ഒരു വർണ്ണവസ്തുവാണ് ബീറ്റ കരോട്ടീൻ. ഈ ബീറ്റ കരോട്ടീൻ കരളിലെത്തുമ്പോൾ വൈറ്റമിൻ A ആയി മാറുന്നു. അപ്പം ജീവകം Aൻ്റെ രാസനാമം റെറ്റിനോൾ ആണ്. ആദ്യ രൂപം ബീറ്റ കരോട്ടീൻ. സസ്യങ്ങളിൽ കാണപ്പെടുന്ന ഒരു വർണ്ണവസ്തുവാണ് ബീറ്റ കരോട്ടീൻ. ഈ ബീറ്റ കരോട്ടീൻ കരളിലെത്തുമ്പോൾ വൈറ്റമിൻ A ആയി മാറുന്നു. ഒരു ക്വസ്റ്റ്യൻ ആണ്, PYQ ആണ്. എവിടെ വെച്ചാണ് ബീറ്റ കരോട്ടീൻ വൈറ്റമിൻ A ആയി മാറുന്നത്? ആൻസർ കരളിൽ വെച്ച്. പ്രോ വൈറ്റമിൻ A എന്നും അറിയപ്പെടുന്നത് ബീറ്റ കരോട്ടീനെയാണ്. കണ്ണിൻ്റെ ആരോഗ്യത്തിന് വേണ്ട ഏറ്റവും പ്രധാന ജീവകമാണ് ജീവകം A. ബ്രൈറ്റ് ഐ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ജീവകം A ആണ്. കണ്ണ്, ത്വക്ക് എന്നിവയ്ക്ക് അത്യാവശ്യം ജീവകം A ആണ്. കണ്ണിൽ 2 കോശങ്ങളുണ്ട്. ഒന്ന് റോഡ് കോശവും കോൺ കോശവും. കണ്ണിലെ റോഡ് കോശങ്ങളിൽ കാണപ്പെടുന്ന വർണ്ണവസ്തുവാണ് റൊഡോപ്സിൻ. റൊഡോപ്സിന് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് റെറ്റിനാളും ഓപ്സിനും. കണ്ണിലെ 2 കോശങ്ങളുണ്ട്, റോഡ് കോശവും കോൺ കോശം.
റോഡ് കോശങ്ങളിൽ കാണപ്പെടുന്ന വർണ്ണവസ്തുവാണ് റോഡോപ്സിൻ. റോഡോപ്സിന് 2 ഭാഗങ്ങളുണ്ട്, റെറ്റിനാളും ഓപ്സിനും. റെറ്റിനാൾ ഉണ്ടാകുന്നത് ജീവകം എയിൽ നിന്നാണ്. ജീവകം എയിൽ നിന്നാണ് റെറ്റിനാൾ ഉണ്ടാകുന്നത്. ജീവകം എയെ ആദ്യമായി വേർതിരിച്ചെടുത്തത് എൽമർ മക്കുള്ളം. എൽമർ മക്കുള്ളമാണ് ജീവകം എയെ ആദ്യമായി വേർതിരിച്ചെടുത്തത്. ജീവകം എയുടെ ഉറവിടങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ക്യാരറ്റ്, ചുവന്ന പച്ചക്കറികൾ, ഇലക്കറികൾ, പാല്, മുട്ട, മത്സ്യ എണ്ണ, സുവർണ്ണ നെല്ല്. ഒന്നുകൂടി നോക്കാം. ഉറവിടങ്ങൾ ക്യാരറ്റ്, ചുവന്ന പച്ചക്കറികൾ, ഇലക്കറികൾ, പാല്, മുട്ട, മത്സ്യ എണ്ണ, സുവർണ്ണ നെല്ല്. പാലിലാണ് ഏറ്റവും കൂടുതൽ വൈറ്റമിൻ എ ഉള്ളത്. സുവർണ്ണ നെല്ല് എന്ന് പറയുന്നത് ജനിതക എഞ്ചിനീയറിങ്ങിലൂടെ കണ്ടെത്തിയ നെല്ലാണ് സുവർണ്ണ നെല്ല്. പാലിലാണ് ഏറ്റവും കൂടുതൽ വൈറ്റമിൻ എ കാണപ്പെടുന്നത്. അടുത്ത് നോക്കാം. വൈറ്റമിൻ എ കണ്ടെത്തിയ വർഷം 1912 ഫെഡറിക് ഗൗലാൻ ഹോപ്കിനാണ് വൈറ്റമിൻ എ കണ്ടെത്തിയത്. 1912 ഫെഡറിക് ഗൗലാൻ ഹോപ്കിനാണ് വൈറ്റമിൻ എ കണ്ടെത്തിയത്. ഇവിടെ ഒരു കൺഫ്യൂഷൻ വരുന്നത് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ കാസിമർ ഫംഗ് പഠിച്ചു. കാസിമർ ഫംഗ് എന്തായിരുന്നു? ജീവകം എന്ന പദത്തിന് നാമകരണം ചെയ്ത ആളാണ് കാസിമർ ഫംഗ്. അതേപോലെ എൽമർ മക്കുള്ളം ജീവകം എ വേർതിരിച്ചെടുത്ത ആളാണ്. വൈറ്റമിൻ എ കണ്ടെത്തിയ ആളാണ് ഫെഡറിക് ഗൗലാൻഡ് ഹോപ്കിൻ. ഇത്രയും ക്ലിയർ അല്ലേ? അടുത്ത് നോക്കാം. വൈറ്റമിൻ എ സംഭരിക്കപ്പെടുന്നത് കരളിലാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അതേപോലെ പ്രതിരോധ കുത്തിവയ്പ്പിനൊപ്പം കുട്ടികൾക്ക് നൽകുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ എ. വൈറ്റമിൻ എക്ക് തന്നെ 2 വിഭാഗങ്ങളുണ്ട്. വൈറ്റമിൻ A1 വൈറ്റമിൻ A2. വൈറ്റമിൻ A1ൻ്റെ രാസനാമം റെറ്റിനോൾ. വൈറ്റമിൻ A2 ഡീഹൈഡ്രോ റെറ്റിനോൾ എന്നറിയപ്പെടുന്നു. വൈറ്റമിൻ A1ൻ്റെ അപര്യാപ്തത രോഗം നിശാന്തത. വൈറ്റമിൻ A2ൻ്റെ അപര്യാപ്തത രോഗം സിറോഫ്താൽമിയ. വൈറ്റമിൻ A2വിനെ ആൻറ്റി സിറോഫ്താൽമിക് വൈറ്റമിൻ എന്നും അറിയപ്പെടുന്നു. വൈറ്റമിൻ A2നെയാണ് ആൻറ്റി സിറോഫ്താൽമിക് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത്. അപ്പോൾ അടുത്ത് നമുക്ക് ജീവകം ബി നോക്കാം. ജീവകം ബി ബ്രെയിനിൻ്റെ പ്രവർത്തനങ്ങൾക്ക് അത്യാവശ്യമാണ്. ജീവകം ബി, വൈറ്റമിൻ ബി ബ്രെയിനിൻ്റെ പ്രവർത്തനങ്ങൾക്ക് അത്യാവശ്യമാണ്. ശരീരത്തിൽ ഊർജ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട വൈറ്റമിനാണ് വൈറ്റമിൻ ബി. ശരീരത്തിൽ ഊർജ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട വൈറ്റമിനാണ് വൈറ്റമിൻ ബി. വൈറ്റമിൻ ബിയുടെ പ്രധാന ഉറവിടങ്ങൾ ഇറച്ചി, പാൽ, മുട്ട, ധാന്യങ്ങൾ, പച്ചക്കറികൾ. ഒന്നുകൂടെ നോക്കാം. വൈറ്റമിൻ ബി ബ്രെയിനിൻ്റെ പ്രവർത്തനങ്ങൾക്ക് അത്യന്താപേക്ഷിതമാണ്. ശരീരത്തിൽ ഊർജ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട വൈറ്റമിനാണ് വൈറ്റമിൻ ബി. വൈറ്റമിൻ ബിൻ്റെ പ്രധാന ഉറവിടങ്ങൾ ഇറച്ചി, പാൽ, മുട്ട, ധാന്യങ്ങൾ, പച്ചക്കറികൾ. അടുത്ത് നോക്കാം. വൈറ്റമിൻ B1. വൈറ്റമിൻ B1ൻ്റെ രാസനാമം തയാമിൻ. നാഡീവ്യവസ്ഥയുടെ പ്രവർത്തനങ്ങൾക്ക് അത്യാവശ്യമാണ് വൈറ്റമിൻ B1. അരിയുടെ തവിടിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നതാണ് വൈറ്റമിൻ B1. അരിയുടെ തവിടിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നു. അരി കഴുകുന്ന സമയത്ത് നഷ്ടപ്പെടുന്ന വൈറ്റമിനാണ് B1. ഇത് PYQ ആണ്. അരി കഴുകുമ്പോൾ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ ഏതാണ്? B1 ആണ് അരി കഴുകുന്ന സമയത്ത് നഷ്ടപ്പെടുന്നത്. അരിയുടെ തവിടിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന വൈറ്റമിനാണ് B1. അരി കഴുകുന്ന സമയത്ത് അവ നഷ്ടപ്പെടുന്നു. B1ൻ്റെ അപര്യാപ്തത രോഗമാണ് ബെറിബെറി. ബെറിബെറിയാണ് B1ൻ്റെ അപര്യാപ്തത രോഗം. മദ്യപിക്കുന്നവരിൽ B1 വൈറ്റമിൻ കുറവായിരിക്കും. രക്തത്തിൽ ആൽക്കഹോൾ വന്നാൽ B1 വൈറ്റമിനെ ആഗിരണം ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ മദ്യപിക്കുന്നവരിൽ B1 വൈറ്റമിൻ കുറവായിരിക്കും. രക്തത്തിൽ ആൽക്കഹോൾ വന്നു കഴിഞ്ഞാൽ B1 ആഗിരണം ചെയ്യാൻ ശരീരത്തിന് കഴിയില്ല. ഇതും ഒരു PYQ ക്വസ്റ്റ്യൻ ആണ്. മദ്യപിക്കുന്നവരിൽ കുറവായി കാണപ്പെടുന്ന വൈറ്റമിൻ B1 വൈറ്റമിൻ. അമിത മദ്യപാനികൾക്ക് നൽകുന്ന വൈറ്റമിനാണ് B1. ബെറിബെറിയുടെ വേറൊരു പേരാണ് ഐക്കാണ്ട്. ബെറിബെറി ബാധിക്കുന്നത് നാഡീവ്യവസ്ഥയാണ്. ബെറിബെറി ബാധിക്കുന്നത് നാഡീവ്യവസ്ഥയാണ്. ബെറിബെറിയുടെ മറ്റൊരു പേരാണ് ഐക്കാണ്ട്. ബെറിബെറി ബാധിക്കുന്നത് നാഡീവ്യവസ്ഥയെയാണ്. മറന്നുപോയില്ലല്ലോ. അമിത മദ്യപാനികൾക്ക് നൽകുന്ന വൈറ്റമിനാണ് B1. ആൽക്കഹോൾ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ B1 വൈറ്റമിൻ ആഗിരണം ചെയ്യാൻ ശരീരത്തിന് കഴിയില്ല. അടുത്തത് B2. B2ൻ്റെ രാസനാമമാണ് റൈബോഫ്ലാവിൻ. B2 റൈബോഫ്ലാവിൻ. ജീവകം G എന്നറിയപ്പെടുന്നതും B2 തന്നെയാണ്. ജീവകം G എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ B2 ആണ്. പാലിൻ്റെ ഇളം നിറത്തിന് കാരണമാണ് വൈറ്റമിൻ B2. പാലിൻ്റെ ഇളം നിറത്തിന് കാരണമായ വൈറ്റമിനാണ് വൈറ്റമിൻ B2. സൂര്യപ്രകാശം നേരിട്ട് പതിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ B2. സൂര്യപ്രകാശം നേരിട്ട് പതിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ B2.
ഊർജ്ജോൽപാദനത്തിന് അത്യാവശ്യമാണ് B2 വൈറ്റമിൻ. ലാക്ടോഫ്ലാവിൻ എന്നറിയപ്പെടുന്നതും B2 വൈറ്റമിൻ ആണ്. സൂര്യപ്രകാശത്തിൽ വൈറ്റമിൻ B2 നഷ്ടപ്പെടുന്നു. അത് നമ്മൾ പറഞ്ഞു. സൂര്യപ്രകാശം നേരിട്ട് പതിക്കുമ്പോൾ B2 വൈറ്റമിൻ നഷ്ടപ്പെടും. തൈരിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് B2 ആണ്. അപര്യാപ്തത രോഗങ്ങൾ വായ്പുണ്ണ്, ത്വക്ക് വിണ്ടുകീറുക എന്നിവ അപര്യാപ്തത രോഗമാണ്. B2 എന്നൂടെ പറയാം. B2ൻ്റെ രാസനാമം റൈബോഫ്ലാവിൻ. ജീവകം GJ എന്നറിയപ്പെടുന്നു. പാലിൻ്റെ ഇളം മഞ്ഞ നിറത്തിന് കാരണം സൂര്യപ്രകാശം നേരിട്ട് പതിക്കുമ്പോൾ അവ നഷ്ടപ്പെടുന്നു. തൈരിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന B2 ആണ്. അപര്യാപ്തത രോഗങ്ങൾ വായ്പുണ്ണ്, ത്വക്ക് വിണ്ടുകീറുക. അടുത്ത വൈറ്റമിൻ B3. B3യുടെ രാസനാമം നിയാസിൻ അല്ലെങ്കിൽ നിക്കോട്ടിനിക് ആസിഡ്. അപര്യാപ്തത രോഗം പെല്ലഗ്രയാണ് B3ൻ്റെ അപര്യാപ്തത രോഗം. ആൻറ്റി പെല്ലഗ്ര എന്നറിയപ്പെടുന്ന വൈറ്റമിൻ B3 ആണ്. ആൻറ്റി പെല്ലഗ്ര എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ B3. പെല്ലഗ്രയുടെ മറ്റൊരു പേരാണ് 4D സിൻഡ്രോം. സിൻഡ്രോം എന്ന് പറഞ്ഞിട്ട് കുറേ അസുഖങ്ങൾ ഒരുമിച്ച് കൂടിച്ചേർന്ന് വരുന്ന ഒരു അസുഖമാണ്. അല്ലെങ്കിൽ എ ഗ്രൂപ്പ് ഓഫ് ഡിസീസ് എന്നറിയപ്പെടുന്നതാണ് സിൻഡ്രോം. സിൻഡ്രോം എന്ന് പറയുന്നത് കുറേ അസുഖങ്ങൾ ഒരുമിച്ച് കൂടി ചേർന്ന് വരുന്ന ഒരു അസുഖമാണ് സിൻഡ്രോം. അപ്പോൾ പെല്ലഗ്രയുടെ വേറൊരു പേരാണ് 4D സിൻഡ്രോം. 4Dയിൽ എന്തൊക്കെയാണ് വരിക നോക്കാം. 4D വരണം. ഡയറിയ, ഡിംനേഷ്യ, ഡെർമറ്റൈറ്റിസ്, ഡെത്ത്. നായ്ക്കളിൽ കണ്ടുവരുന്ന B3ൻ്റെ അപര്യാപ്തത രോഗമാണ് ബ്ലാക്ക് ടങ്. B3ക്ക് വേറൊരു പേരുണ്ട് PP എന്നറിയപ്പെടുന്നു. ജീവകം PP എന്നറിയപ്പെടുന്നു. PP എന്ന് പറഞ്ഞാൽ പ്രിവെൻറ്റ് പെല്ലഗ്ര. ജീവകം PP എന്നറിയപ്പെടുന്നതും B3 ആണ്. പ്രിവെൻറ്റ് പെല്ലഗ്ര. PP പ്രിവെൻറ്റ് പെല്ലഗ്ര. B3 ഒന്നുകൂടെ പറയാം. B3ൻ്റെ രാസനാമം നിയാസിൻ അല്ലെങ്കിൽ നിക്കോട്ടിനിക് ആസിഡ്. B3യുടെ അപര്യാപ്തത രോഗമാണ് പെല്ലഗ്ര. ആൻറ്റി പെല്ലഗ്ര എന്നറിയപ്പെടുന്നതും വൈറ്റമിൻ B3. ഇത് രണ്ടും പെല്ലഗ്രയും ആൻറ്റി പെല്ലഗ്രയൊക്കെ PYQ ആണ്. പെല്ലഗ്രേൻ്റെ വേറൊരു പേരാണ് 4D സിൻഡ്രോം എന്നാൽ കുറേ അസുഖങ്ങൾ ഒരുമിച്ച് കൂടിച്ചേർന്ന് വരുന്ന അസുഖമാണ്. എ ഗ്രൂപ്പ് ഓഫ് ഡിസീസസ് ആണ് സിൻഡ്രോം. 4D സിൻഡ്രോമിൽ വരുന്ന രോഗങ്ങൾ ഡയറിയ, ഡിംനേഷ്യ, ഡെർമറ്റൈറ്റിസ്, ഡെത്ത്. PP എന്നറിയപ്പെടുന്നതും ജീവകം B3 തന്നെയാണ്. അടുത്തത് ജീവകം B5ൻ്റെ രാസനാമം പാൻറ്റോതെനിക് ആസിഡ്. പാൻറ്റോ എന്ന വേർഡിൻ്റെ മീനിങ് എല്ലായിടത്തും ജീവനുള്ള എല്ലാ കോശങ്ങളിലും അടങ്ങിയിരിക്കുന്ന ജീവകമാണ് B5. ജീവനുള്ള എല്ലാ കോശങ്ങളിലും അടങ്ങിയിരിക്കുന്ന ജീവകമാണ് ജീവകം B5. പരസ്തേഷ്യയാണ് അപര്യാപ്തത രോഗം. B5ൻ്റെ അപര്യാപ്തത രോഗം പരസ്തേഷ്യ. കൈവെള്ളയിൽ ഒരു അബ്നോർമൽ സെൻസേഷൻ ഉണ്ടാവും. അതാണ് പരസ്തേഷ്യ. ആൻറ്റി സ്ട്രെസ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നതും B5 ആണ്. വൈറ്റമിൻ B5 ഒന്നുകൂടെ നോക്കാം. പാൻറ്റോതെനിക് ആസിഡ് ആണ് രാസനാമം. പാൻറ്റോ എന്ന വേർഡിൻ്റെ മീനിങ് എല്ലായിടത്തും ജീവനുള്ള എല്ലാ കോശങ്ങളിലും അടങ്ങിയിരിക്കുന്ന ജീവകമാണ് B5. പരസ്തേഷ്യയാണ് അപര്യാപ്തത രോഗം. ആൻറ്റി സ്ട്രെസ് വൈറ്റമിൻ എന്നും അറിയപ്പെടുന്നു. അടുത്ത വൈറ്റമിൻ B6ൻ്റെ രാസനാമം പെരിഡോക്സിൻ. ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തിന് അത്യാവശ്യമാണ് B6. ചുവന്ന രക്താണുക്കൾ അല്ലെങ്കിൽ RBCയുടെ നിർമ്മാണത്തിന് അത്യാവശ്യമാണ് B6. മൈക്രോസൈറ്റിക് അനീമിയയാണ് അപര്യാപ്തത രോഗം. മൈക്രോ എന്ന് പറഞ്ഞ വേർഡിൻ്റെ മീനിങ് എന്താ? ചെറുത് എന്നല്ലേ. B6 കുറഞ്ഞാൽ RBCയുടെ സൈസ് കുറഞ്ഞ് ചെറുതായി അവസാനം ഇല്ലാണ്ടാകുന്നു. അതാണ് മൈക്രോസൈറ്റിക് അനീമിയ. B6 ഒന്നുകൂടെ നോക്കാം. B6 രാസനാമം പെരിഡോക്സിൻ. ചുവന്ന രക്താണുക്കളുടെ അല്ലെങ്കിൽ RBCയുടെ നിർമ്മാണത്തിന് അത്യാവശ്യമാണ് B6. മൈക്രോസൈറ്റിക് അനീമിയയാണ് അപര്യാപ്തത രോഗം. മൈക്രോസൈറ്റിക് അനീമിയ എന്നാൽ B6 കുറഞ്ഞാൽ RBCയുടെ സൈസ് കുറഞ്ഞ് ചെറുതായി അവസാനം ഇല്ലാതാകും. RBC ഇല്ലാണ്ടാവും. ആ അവസ്ഥയാണ് മൈക്രോസൈറ്റിക് അനീമിയ. അടുത്ത വൈറ്റമിൻ B7 ബയോട്ടിൻ. ജീവകം H എന്നറിയപ്പെടുന്നതും B7 തന്നെയാണ്. തലമുടി, ത്വക്ക് എന്നിവയ്ക്ക് അത്യാവശ്യമാണ് B7. എലീസ ടെസ്റ്റിൽ ഉപയോഗിക്കുന്ന വൈറ്റമിനാണ് B7. അകാലത്തിൽ മുടി കൊഴിഞ്ഞു പോകുക, ഡെർമറ്റൈറ്റിസ് എന്നിവയാണ് അപര്യാപ്തത രോഗങ്ങൾ. B7ൻ്റെ ഉറവിടം എന്ന് പറയുന്നത് ഇറച്ചി, നട്ട്സ്, ബദാം, പിസ്ത എന്നിവയാണ് B7ൻ്റെ ഉറവിടങ്ങൾ. B7 രാസനാമം ബയോട്ടിൻ. ജീവകം H എന്നറിയപ്പെടുന്നു. തലമുടി, ത്വക്ക് എന്നിവയ്ക്ക് അത്യാവശ്യമാണ്. എലീസ ടെസ്റ്റിൽ ഉപയോഗിക്കുന്നു. അടുത്ത് നോക്കാം. ജീവകം B9. ഫോളിക് ആസിഡ്. ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തിന് അത്യാവശ്യമാണ് B9. ഗർഭസ്ഥ ശിശുക്കളുടെ
നാഡീവ്യവസ്ഥയ്ക്ക് അത്യാവശ്യം B9 ആണ്. അതുകൊണ്ടാണ് ഗർഭിണികൾക്ക് ഫോളിക് ആസിഡ് ഗുളിക കൊടുക്കുന്നത്. ഗർഭസ്ഥ ശിശുവിൻ്റെ നാഡീവ്യവസ്ഥയ്ക്ക് അത്യാവശ്യമാണ് B9 വൈറ്റമിൻ. M വൈറ്റമിൻ എന്നറിയപ്പെടുന്നതും B9 തന്നെയാണ്. ഇതിൻ്റെ അപര്യാപ്തത രോഗം, B9ൻ്റെ അപര്യാപ്തത രോഗം മെഗലോബ്ലാസ്റ്റിക് അനീമിയ, മാക്രോസൈറ്റിക് അനീമിയ എന്നും പറയുന്നു. ഇതിൻ്റെ അവസ്ഥ എന്താ? RBC വലുതായി പൊട്ടിപ്പോകുന്ന അവസ്ഥയാണ് മെഗലോബ്ലാസ്റ്റിക് അനീമിയ അല്ലെങ്കിൽ മാക്രോസൈറ്റിക് അനീമിയ എന്ന് പറയുന്നത്. അപ്പോൾ B9 ഫോളിക് ആസിഡ് ആണ് എന്നുള്ള കാര്യം മറന്നു പോകരുത്. അടുത്തത് വൈറ്റമിൻ B12, രാസനാമം സയനോകൊബാലമിൻ, കൊബാൾട്ട് അടങ്ങിയിരിക്കുന്നുണ്ട്. ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തിന് അത്യാവശ്യമാണ്. ചുവന്ന രക്താണുക്കൾ എന്ന് പറഞ്ഞാൽ RBCയുടെ നിർമ്മാണത്തിന് അത്യാവശ്യമാണ്. ദഹന പ്രക്രിയയെ ത്വരിതപ്പെടുത്തുന്ന ജീവകമാണ് B12. മഴവെള്ളത്തിൽ അടങ്ങിയിരിക്കുന്നു. B12 ആണ് മഴവെള്ളത്തിൽ അടങ്ങിയിരിക്കുന്നത്. ഇത് PYQ ആണ്. പൂർണ്ണമായും ജന്തുജന്യമായ ജീവകം എന്നറിയപ്പെടുന്നത് B12 ആണ്. ഇതും PYQ ആണ്. പൂർണ്ണമായും ജന്തുജന്യമായ ജീവകം എന്നറിയപ്പെടുന്നത് B12. പെർനീഷ്യസ് അനീമിയ ഒരു അപര്യാപ്തത രോഗമാണ്. ഇരുമ്പിൻ്റെ ആഗിരണവുമായി ബന്ധപ്പെട്ട വൈറ്റമിൻസ് ആണ് വൈറ്റമിൻ B12ഉം വൈറ്റമിൻ സിയും. സസ്യബുക്കുകളിൽ കാണപ്പെടുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ B12. എനർജി വൈറ്റമിൻ എന്നറിയപ്പെടുന്നതും വൈറ്റമിൻ B12. വൻകുടലിൽ ശേഖരിക്കപ്പെടുന്നു. വൈറ്റമിൻ B12 ശേഖരിക്കപ്പെടുന്നത് വൻകുടലിലാണ്. ഇതിൽ ഇമ്പോർട്ടൻ്റ് മഴവെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ B12 ആണ്. പൂർണ്ണമായും ജന്തുജന്യമായ ജീവകം B12 ആണ്. ഇതൊക്കെ PYQ കേട്ടോ. ഇരുമ്പിൻ്റെ ആഗിരണവുമായി ബന്ധപ്പെട്ട വൈറ്റമിൻ B12ഉം വൈറ്റമിൻ സിയും, ഇതും PYQ ആണ്. എനർജി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ B12. വൻകുടലിലാണ് വൈറ്റമിൻ B12 ശേഖരിക്കപ്പെടുന്നത്. വൻകുടലിലാണ് വൈറ്റമിൻ B12 ശേഖരിക്കപ്പെടുന്നത്. അടുത്തത് വൈറ്റമിൻ സി. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും വരുന്നതാണ് വൈറ്റമിൻ സിനെ പറ്റിയുള്ള ഒരു ക്വസ്റ്റ്യൻ. വൈറ്റമിൻ സിൻ്റെ രാസനാമം അസ്കോർബിക് ആസിഡ്. പ്രതിരോധ ശേഷിക്ക് പ്രദാനം ചെയ്യുന്നത് വൈറ്റമിൻ സി ആണ്. ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ സി. മുറിവ് ഉണങ്ങാൻ സഹായിക്കുന്നത് വൈറ്റമിൻ സി. ജലദോഷത്തിന് ഒരു ഔഷധമാണ്. അതേപോലെ ശരീരത്തിലേക്ക് ഇരുമ്പിൻ്റെ ആഗിരണത്തിന് സഹായിക്കുന്നതും വൈറ്റമിൻ സി ആണ്. ആദ്യമായി നിർമ്മിച്ച കൃത്രിമ ജീവകം സി ആണ്, വൈറ്റമിൻ സി. ഇത് എങ്ങനെയൊക്കെയാണ് നഷ്ടപ്പെടുക? പച്ചക്കറി കുറേ നേരം വെള്ളത്തിലിട്ട് വെച്ചാൽ, അതേപോലെ ആഹാര പദാർത്ഥം ചൂടാക്കുമ്പോൾ പാത്രത്തിലൂടെയൊക്കെ നഷ്ടപ്പെടുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ സി. ഒരു ആൻറ്റി ഓക്സിഡൻ്റായി പ്രവർത്തിക്കുന്നു വൈറ്റമിൻ സി. വൈറ്റമിൻ സിൻ്റെ രാസനാമം അസ്കോർബിക് ആസിഡ്. പ്രതിരോധശേഷി പ്രദാനം ചെയ്യുന്നു. ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നു. മുറിവ് ഉണങ്ങാൻ സഹായിക്കുന്നു. ജലദോഷത്തിന് ഒരു ഔഷധമാണ്. ശരീരത്തിലേക്ക് ഇരുമ്പിൻ്റെ ആഗിരണത്തിന് സഹായിക്കുന്നു. ആദ്യമായി നിർമ്മിച്ച കൃത്രിമ ജീവകം ആണ് വൈറ്റമിൻ സി. പച്ചക്കറി കുറേ നേരം വെള്ളത്തിലിട്ട് വെച്ചാൽ, ആഹാര പദാർത്ഥം ചൂടാക്കുമ്പോൾ മൂത്രത്തിലൂടെ എങ്ങനെയാണ് വൈറ്റമിൻ സി നഷ്ടപ്പെടുന്നത്? ഒരു ആൻറ്റി ഓക്സിഡൻ്റായി പ്രവർത്തിക്കുന്നത് വൈറ്റമിൻ സി ആണ്. അതേപോലെ മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്ന വൈറ്റമിൻസ് ആണ് ബിയും സിയും. പക്ഷേ വൃക്കയിലൂടെ അത് പുനരാഗിരണം ചെയ്യപ്പെടുന്നു. മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്നു ബി സി, പക്ഷേ വൃക്കയിലൂടെ പുനരാഗിരണം ചെയ്യപ്പെടുന്നതും ബി സി വൈറ്റമിൻസ് ആണ്. വൈറ്റമിൻ സി അസ്കോർബിക് ആസിഡാണ്. പ്രതിരോധശേഷിക്ക് പ്രദാനം ചെയ്യുന്നതാണ്. ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നു. മുറിവ് ഉണങ്ങാൻ ജലദോഷത്തിനൊക്കെ ഒരു ഔഷധമാണ്. ശരീരത്തിലേക്ക് ഇരുമ്പിനെ ആഗിരണം ചെയ്യുന്നത് വൈറ്റമിൻ സി ആണ്. കൃത്രിമമായി ആദ്യമായി നിർമ്മിച്ച വൈറ്റമിനാണ് വൈറ്റമിൻ സി. ഇനി വൈറ്റമിൻ സിയുടെ ഉറവിടങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നാരങ്ങ, നെല്ലിക്ക, പേരക്ക, ഓറഞ്ച്, പഴങ്ങൾ എന്നിവയിൽ ധാരാളമായി വൈറ്റമിൻ സി അടങ്ങിയിരിക്കുന്നു. നാരങ്ങ, നെല്ലിക്ക, പേരക്ക, ഓറഞ്ച്, പഴങ്ങൾ എന്നിവയിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നത് വൈറ്റമിൻ സി ആണ്. പാല്, മുട്ട, ഇറച്ചി ഇവയിലൊന്നും വൈറ്റമിൻ സി ഇല്ല. പാല്, മുട്ട, ഇറച്ചി ഇതിൽ വൈറ്റമിൻ സി ഇല്ല. വൈറ്റമിൻ സിയുടെ അപര്യാപ്തത രോഗമാണ് സ്കർവി. സ്കർവിയുടെ വേറൊരു പേരാണ് നാവികരുടെ പ്ലാഗ്. നാവികരുടെ പ്ലാഗ് അതായത് സ്കർവിയാണ് വൈറ്റമിൻ സിയുടെ അപര്യാപ്തത രോഗം. വൈറ്റമിൻ സിയുടെ അഭാവം ആദ്യമായി ബാധിക്കുന്നത് മിസെൽകൈമിൻ കലകളുടെ പ്രവർത്തനശേഷിയെയാണ്. രക്തത്തിലെ ഈയത്തിൻ്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്നതും വൈറ്റമിൻ സി ആണ്. രക്തത്തിലെ ഈയത്തിൻ്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്നതും വൈറ്റമിൻ സി ആണ്. അപ്പോൾ ഉറവിടങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. നാരങ്ങ, നെല്ലിക്ക, പേരക്ക, ഓറഞ്ച്, പഴങ്ങൾ എന്നിവയിൽ ധാരാളമായി വൈറ്റമിൻ സി അടങ്ങിയിരിക്കുന്നു. അതേപോലെ അപര്യാപ്തത രോഗമാണ് സ്കർവി, നാവികരുടെ പ്ലാഗ് എന്നറിയപ്പെടുന്നത്.
ഇനി അടുത്ത് വൈറ്റമിൻ ഡി നോക്കാം. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. വൈറ്റമിൻ ഡി കാൽസ്യത്തിൻ്റെയും ഫോസ്ഫറസിൻ്റെയും ആഗിരണം കൂട്ടുക എന്നത് വൈറ്റമിൻ ഡിൻ്റെ ഒരു പ്രധാന ലക്ഷ്യമാണ്. കാൽസിഫെറോൾ എന്നതാണ് രാസനാമം. എല്ല്, പല്ല് എന്നിവയ്ക്ക് അത്യാവശ്യമാണ് വൈറ്റമിൻ ഡി. സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ ഡി. സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ ഡി. സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്നും അറിയപ്പെടുന്നു. വൈറ്റമിൻ ഡിന് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സ്റ്റിറോയിഡ് വൈറ്റമിൻ. ഉറവിടം സൺലൈറ്റ്. സൂര്യപ്രകാശത്തിലെ UV റേസ് സ്കിന്നിൽ വന്ന് വീഴുമ്പോൾ സ്കിന്നിൻ്റെ താഴെയുള്ള അഡിപ്പോസ് ടിഷ്യൂവിൻ്റെ താഴെ മൊത്തം ഫാറ്റാണ്. ആ ഫാറ്റാണ് ഡി വൈറ്റമിനായി മാറുന്നത്. സൂര്യപ്രകാശത്തിലെ UV റൈസ് നമ്മുടെ സ്കിന്നിൽ വന്ന് വീഴുമ്പോൾ സ്കിന്നിന് താഴെയുള്ള അഡിപ്പോസ് ടിഷ്യൂവിലുള്ള ഫാറ്റ് വൈറ്റമിൻ ഡി ആയി മാറും. സ്കിന്നിൻ്റെ താഴെയുള്ള അഡിപ്പോസ് ടിഷ്യൂവിലുള്ള ഫാറ്റ് സൂര്യപ്രകാശത്തിൻ്റെ UV റേസ് വന്ന് വീഴുമ്പോൾ ആ ഫാറ്റ് എന്തായി മാറും? ഡി വൈറ്റമിൻ ആയി മാറും. കൊഴുപ്പിൽ നിന്നുണ്ടാകുന്ന വൈറ്റമിൻ ആയതിനാൽ സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്നാണ് വിളിക്കുന്നത്. വൈറ്റമിൻ ഡി കൊഴുപ്പിൽ നിന്നുണ്ടാകുന്നതിനാൽ ആ വൈറ്റമിനെ സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്ന് വിളിക്കുന്നു. സൂര്യപ്രകാശത്തിലെ UV റേസ് ആണ് വൈറ്റമിൻ ഡിയെ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നത്. അത് നമ്മൾ പറഞ്ഞു. സൂര്യപ്രകാശത്തിലെ UV റേസ് ആണ് വൈറ്റമിൻ ഡിയെ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നത്. അതേപോലെ കുട്ടികളിൽ വൈറ്റമിൻ ഡിൻ്റെ അപര്യാപ്തത രോഗം റിക്കറ്റ്സ് അല്ലെങ്കിൽ കണ എന്നറിയപ്പെടുന്നു. കുട്ടികളിൽ വൈറ്റമിൻ ഡിൻ്റെ അപര്യാപ്തത രോഗം റിക്കറ്റ്സ് അല്ലെങ്കിൽ കണ എന്നറിയപ്പെടുന്നു. മുതിർന്നവരിലാകുമ്പോൾ ഓസ്റ്റിയോമലേഷ്യ എന്നറിയപ്പെടുന്നു. വൈറ്റമിൻ ഡി മുതിർന്നവരിൽ അപര്യാപ്തത രോഗം ഓസ്റ്റിയോമലേഷ്യ എന്നാണ് അറിയപ്പെടുന്നത്. ഓസ്റ്റിയോമലേഷ്യ. അപ്പോൾ സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നു. സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നതും വൈറ്റമിൻ ഡി ആണ്. ഉറവിടം സൺലൈറ്റ്, സൂര്യപ്രകാശം. അടുത്ത നോക്കാം. വൈറ്റമിൻ ഡിയെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. D2ഉം D3യും. D2 എന്ന് പറയുന്നത് എൽഗോ കാൽസിഫെറോൾ, D3 എന്ന് പറഞ്ഞാൽ കോൾ കാൽസിഫെറോൾ. സൺലൈറ്റിൻ്റെ സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന വൈറ്റമിനാണ് D3 കോൾ കാൽസിഫെറോൾ. സൺലൈറ്റിൻ്റെ സാന്നിധ്യത്തിൽ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന വൈറ്റമിനാണ് D3 കോൾ കാൽസിഫെറോൾ. D3 അല്ലെങ്കിൽ കോൾ കാൽസിഫെറോൾ. ജീവകം ഡി ആയി മാറുന്ന കൊഴുപ്പ് ഏതാണ്? D2 ആണ്. എൽഗോ കാൽസിഫെറോൾ. ജീവകം ഡി ആയി മാറുന്ന കൊഴുപ്പ് D2 എൽഗോ കാൽസിഫെറോൾ എന്നറിയപ്പെടുന്നു. D2 സസ്യങ്ങളിൽ നിന്നാണ് ഉണ്ടാകുന്നത്. D3 മനുഷ്യൻ ഉൾപ്പെടെയുള്ള മൃഗങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. അതേപോലെ വൈറ്റമിൻ ഡിയെ പ്രോ ഹോർമോൺ എന്നറിയപ്പെടുന്നു. ഹോർമോണിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ ഡി ആണ്. ഹോർമോണിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ ഡി ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെക്കണം. ഹോർമോണിൻ്റെ മുൻഗാമി അല്ലെങ്കിൽ പ്രോ ഹോർമോൺസ് എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഡി ആണ്. പ്രോ ഹോർമോൺസ് അല്ലെങ്കിൽ ഹോർമോണിൻ്റെ മുൻഗാമി വൈറ്റമിൻ ഡി. അടുത്ത നമുക്ക് വൈറ്റമിൻ ഇ നോക്കാം. വൈറ്റമിൻ ഇ രാസനാമം ടോക്കോഫിറോൾ. റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന് അത്യാവശ്യമാണ്. പ്രത്യുൽപാദന വ്യവസ്ഥയ്ക്ക് അത്യാവശ്യമാണ് വൈറ്റമിൻ ഇ. ഹൃദയത്തെ സംരക്ഷിക്കുന്നതും വൈറ്റമിൻ ഇ ആണ്. ആൻറ്റി ഓക്സിഡൻ്റായി പ്രവർത്തിക്കുന്നത് വൈറ്റമിൻ ഇ. ആൻറ്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ എന്നറിയപ്പെടുന്നതും വൈറ്റമിൻ ഇ ആണ്. ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ ഇ. ഹോർമോൺ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത്, അതേപോലെ സെക്സ് ഹോർമോണായി പ്രവർത്തിക്കുന്നതൊക്കെ വൈറ്റമിൻ ഇ ആണ്. വൈറ്റമിൻ ഇയുടെ ഉറവിടം മുട്ടയുടെ മഞ്ഞ, വെജിറ്റബിൾ ഓയിൽ എന്നിവയാണ്. മുട്ടയുടെ മഞ്ഞ, വെജിറ്റബിൾ ഓയിൽ എന്നിവയാണ് വൈറ്റമിൻ ഇയുടെ ഉറവിടം. അപര്യാപ്തത രോഗമാണ് വന്ധ്യത. വൈറ്റമിൻ ഇയുടെ അപര്യാപ്തത രോഗമാണ് വന്ധ്യത. വൈറ്റമിൻ ഇ രാസനാമം ടോക്കോഫിറോൾ. റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന് അത്യാവശ്യമാണ്. ഹൃദയത്തെ സംരക്ഷിക്കുന്നു. ആൻറ്റി ഓക്സിഡൻ്റായി പ്രവർത്തിക്കുന്നു. ആൻറ്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ, ബ്യൂട്ടി വൈറ്റമിൻ എന്നും അറിയപ്പെടുന്നു. അടുത്ത നമുക്ക് നോക്കാം വൈറ്റമിൻ കെ. രാസനാമം ഫില്ലോക്വിനോൺ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നു. കൊയാഗുലേഷൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നു. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീൻസ് ആണ് ഫൈബ്രിനോജൻ, പ്രോത്രോംബിൻ. ഇവ നിർമ്മിക്കുന്നത് കരളിലാണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീൻസ് ആണ് ഫൈബ്രിനോജനും പ്രോത്രോംബിനും. ഇവ നിർമ്മിക്കപ്പെടുന്നതും കരളിലാണ്. കരളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ വൈറ്റമിനാണ് കെ. കരളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ വൈറ്റമിനാണ് വൈറ്റമിൻ കെ. ഇതൊന്ന് ശ്രദ്ധിച്ചോളെ. കരളിൽ സംഭരിക്കുന്ന വൈറ്റമിൻ എ. കരളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ വൈറ്റമിനാണ് വൈറ്റമിൻ കെ. മാറിപ്പോരുത്. കരളിൽ സംഭരിക്കുന്നത് വൈറ്റമിൻ എയും കരളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ വൈറ്റമിൻ കെയും ആണ്. കരളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യം വൈറ്റമിൻ കെ ആണ്. കരളിൽ സംഭരിച്ച് വെക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ എ.
വൈറ്റമിൻ കെയുടെ ഉറവിടങ്ങളാണ് കാബേജ്, കോളിഫ്ലവർ. കാബേജും കോളിഫ്ലവറും വൈറ്റമിൻ കെയുടെ ഉറവിടമാണ്. അപര്യാപ്തത രോഗമാണ് ഡിലേ ഇൻ ക്ലോട്ടിംഗ്, രക്തം കട്ട പിടിക്കാൻ ഡിലേ ആവുക. ഹാമറേജ്, രക്തക്കുഴൽ പൊട്ടി ബ്ലീഡിങ് ഉണ്ടാകുന്ന അവസ്ഥയാണ് ഹാമറേജ്. അതൊന്ന് നോക്കി വെക്കാം. അടുത്ത ഈ ബോക്സിൽ കൊടുത്ത ആൻറ്റിമാരെ ഒന്ന് നോക്കി വെക്കണേ. ഈ ആൻറ്റിമാർ ഇമ്പോർട്ടൻ്റാണ്. ആൻറ്റി ഹാമറേജ് വൈറ്റമിൻ ആണ് കെ. ആൻറ്റി ഹാമറേജ് വൈറ്റമിൻ കെ. ആൻറ്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ ഇ. ആൻറ്റി റിക്കറ്റ്സ് ഡി. ആൻറ്റി പെല്ലഗ്ര B3. ആൻറ്റി ബെറിബറി B1. ആൻറ്റി സീറോഫ്താൽമിക് എ അല്ലെങ്കിൽ A2. ആൻറ്റി സ്ട്രെസ് വൈറ്റമിൻ B5. ആൻറ്റി ബ്ലാക്ക് ടങ് B3. ആൻറ്റി ഇൻഫ്ലമേറ്ററി വൈറ്റമിൻ എ. ആൻറ്റി ഹെമറേജിക് വൈറ്റമിൻ കെ, സ്റ്റെറിലിറ്റി ഇ, റിക്കറ്റ്സ് ഡി, പെല്ലഗ്ര B3, ബെറിബറി B1, സീറോഫ്താൽമിക് A2, സ്ട്രെസ് B5, ബ്ലാക്ക് ടങ് B3, ഇൻഫ്ലമേറ്ററി വൈറ്റമിൻ എ. ഇതൊന്ന് നോക്കണേ. അടുത്ത് നോക്കാം. ബാക്ടീരിയകളുടെ സഹായത്തോടെ വൻകുടലിൽ നിർമ്മിക്കപ്പെടുന്ന വൈറ്റമിനാണ് കെ, B7, B12. ബാക്ടീരിയകളുടെ സഹായത്തോടെ വൻകുടലിൽ നിർമ്മിക്കപ്പെടുന്ന വൈറ്റമിൻസാണ് വൈറ്റമിൻ കെ, വൈറ്റമിൻ B7, വൈറ്റമിൻ B12. ബാക്ടീരിയകളുടെ സഹായത്തോടെ വൻകുടലിൽ നിർമ്മിക്കപ്പെടുന്നവയാണ് കെയും B7ഉം B12ഉം. വൈറ്റമിൻ കെയുടെ പ്രാഥമിക രൂപമാണ് വിറ്റാമിൻ K1. കെൻ്റെ പ്രാഥമിക രൂപം വൈറ്റമിൻ K1. ഇത് പ്രധാനമായും ഇലക്കറികളിൽ നിന്നാണ് വരുന്നത്. പ്രധാനമായും ഇലക്കറികളിലാണ് വൈറ്റമിൻ K1 കാണപ്പെടുന്നത്. വൈറ്റമിൻ K2 മൃഗങ്ങളുടെ പ്രോട്ടീനുകളിലും പുളിപ്പിച്ച ഭക്ഷണങ്ങളിലും കാണപ്പെടുന്നു. വൈറ്റമിൻ K2 കാണപ്പെടുന്നത് പുളിപ്പിച്ച ഭക്ഷണങ്ങളിലും മൃഗങ്ങളുടെ പ്രോട്ടീനുകളിലും കാണപ്പെടുന്നു. മനുഷ്യൻ്റെ വൻകുടലിലെ ബാക്ടീരിയയും ചെറിയ അളവിൽ K2 ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ചെറുകുടലിൽ ആഗിരണം ചെയ്യുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ K1. വൈറ്റമിൻ കെയെ K1ഉം K2 ആയി തിരിച്ചിരിക്കുന്നു. K1 ഇലക്കറികളിലാണ് കൂടുതൽ കാണുന്നത്, ചെറുകുടലിൽ സംഭരിക്കുന്നു. K2 പുളിച്ച ഭക്ഷണ പദാർത്ഥം മൃഗങ്ങളുടെ പ്രോട്ടീനിൽ കൂടുതൽ കാണപ്പെടുന്നു, വൻകുടലിലാണ് സംഭരിക്കുന്നത്. അടുത്ത് ഏപ്രിൽ 17 ലോക ഹീമോഫീലിയ ദിനം. ലോക ഹീമോഫീലിയ ദിനം ഏപ്രിൽ 17. അടുത്ത നമുക്ക് നോക്കാം. SCERTയിലുള്ള ഒരു ഡയഗ്രാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ ആണ്. കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിനാണ് A, D, E, K. അതിൽ A ആദ്യം നോക്കാം. കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യം. ഉറവിടങ്ങൾ കാരറ്റ്, ചീര, പാലുൽപ്പന്നങ്ങൾ, കരൾ, പയറില, ചേമ്പില, മുരിങ്ങില. വൈറ്റമിൻ ഡി എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം, കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണം. സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്നതാണ് ജീവകം ഡി. പാലുൽപ്പന്നങ്ങളിൽ നിന്നും നമുക്ക് ജീവകം ഡി ലഭിക്കുന്നു. അടുത്തത് കൊഴുപ്പിൽ ലയിക്കുന്ന ഒരു വൈറ്റമിനാണ് ജീവകം ഇ. സസ്യ എണ്ണകളിൽ നിന്നാണ് ജീവകം ഇ നമുക്ക് ലഭിക്കുന്നത്. നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ് ജീവകം ഇ. കൊഴുപ്പിൽ ലയിക്കുന്നവ ഏതൊക്കെയാ? A, D, E, K. അതിൽ A നമ്മൾ പറഞ്ഞു, കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന്. D എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന്. കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണം. ഇനി അടുത്ത് ജീവകം K നോക്കാം. കാബേജ്, ചീര, കോളിഫ്ലവർ എന്നിവയിൽ നിന്നാണ് ജീവകം K നമുക്ക് ലഭിക്കുന്നത്. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നു. അടുത്ത വെള്ളത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ബിയും സിയും ആണ് വെള്ളത്തിൽ ലയിക്കുന്നത്. അതിൽ നമുക്ക് ആദ്യം ബി നോക്കാം. ധാന്യങ്ങളുടെ തവിട്, മുട്ട, പാൽ, ചേമ്പില എന്നിവയാണ് വൈറ്റമിൻ ബിയുടെ ഉറവിടങ്ങൾ. ധാന്യങ്ങൾ, പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്തൽ, ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം, ത്വക്കിൻ്റെ ആരോഗ്യം, ഇതൊക്കെയാണ് ജീവകം ബി അത്യന്താപേക്ഷിതമായിരിക്കുന്നത്. അടുത്തത് ജീവകം സി. പഴങ്ങൾ, നെല്ലിക്ക, മുരിങ്ങയില, പപ്പായ എന്നിവയാണ് ജീവകം സിയുടെ ഉറവിടങ്ങൾ. ത്വക്ക്, പല്ല്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് ജീവകം സി അത്യാവശ്യമാണ്. ജീവകം ബി ധാന്യങ്ങളുടെ തവിട്, മുട്ട, പാൽ, ചേമ്പില എന്നിവയാണ് ഉറവിടം. ജീവകം ബിയുടെ ഉറവിടമാണ് ധാന്യങ്ങളുടെ തവിട്, മുട്ട, പാൽ, ചേമ്പില. ജീവകം സി പറഞ്ഞു, പഴങ്ങൾ, നെല്ലിക്ക, മുരിങ്ങയില, പപ്പായ. ഈ ഡയഗ്രം ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ടോ എങ്ങനെയെങ്കിലും ഒന്ന് ഇത് പഠിച്ചെടുക്കണം. ഇതിന്ന് ഒരുപാട് തവണ ക്വസ്റ്റ്യൻസ് വന്നതാണ്. ഇങ്ങനെയാവുമ്പോൾ നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ച് കിട്ടും, പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലാണുള്ളത്. ഇനി നമുക്ക് അടുത്ത് നോക്കാം. പോഷക ഘടകങ്ങൾ അപര്യാപ്തത രോഗം. വൈറ്റമിൻസിന് മാത്രമാണ് ഇപ്പോൾ നോക്കുന്നത്. വൈറ്റമിൻ എ
അപര്യാപ്തത രോഗം നിശാന്തത, മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയില്ല, അതാണ് ലക്ഷണം. വൈറ്റമിൻ ബി അപര്യാപ്തത രോഗം വായ്പുണ്ണ്, വായിൽ വ്രണങ്ങൾ, ലക്ഷണം. വൈറ്റമിൻ സി സ്കർവിയാണ് അപര്യാപ്തത രോഗം, മോണയിൽ പഴുപ്പും രക്തസ്രാവവും. വൈറ്റമിൻ ഡിൻ്റെ അപര്യാപ്തത രോഗം കണ, ലക്ഷണം അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്നു. SCERTയിൽ ഇങ്ങനെ ബോക്സിൽ കൊടുക്കുന്ന കാര്യങ്ങൾക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം, കാരണം അതിൽ നിന്നാണ് അധികം ക്വസ്റ്റ്യൻസും വരുന്നത്. നമുക്കിനി അടുത്ത ഭാഗം നോക്കാം. അപര്യാപ്തത രോഗങ്ങൾ. ഓരോ വൈറ്റമിൻസിനും അതിൻ്റെ അപര്യാപ്തത രോഗങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപര്യാപ്തത രോഗങ്ങൾ. ജീവകം എ അപര്യാപ്തത രോഗം നിശാന്തത, കെരാറ്റോമലേഷ്യ, സിറോഫ്താൽമിയ. B1 ബെറിബെറി. B2 ത്വക്ക് സംബന്ധമായ രോഗം വളർച്ചാ മാന്ദ്യം. B3 പെല്ലഗ്ര. B5 പരസ്തേഷ്യ. B6 അനീമിയ. B7 ഡെർമറ്റൈറ്റിസ്. B9 വിളർച്ച, മെഗലോബ്ലാസ്റ്റിക് അനീമിയ. B12 പെർനീഷ്യസ് അനീമിയ. ജീവകം സി സ്കർവി. ജീവകം ഡി കണ അല്ലെങ്കിൽ റിക്കറ്റ്സ്, ഓസ്റ്റിയോമലേഷ്യ. ജീവകം ഇ വന്ധ്യത. ജീവകം കെ രക്തസ്രാവം. അപ്പോൾ അപര്യാപ്തത രോഗങ്ങൾ ആണോ ഒന്നുകൂടെ പറയണോ? ഒന്നുകൂടെ നോക്കാം. ജീവകം എ നിശാന്തത, കെരാറ്റോമലേഷ്യ, സിറോഫ്താൽമിയ. ജീവകം B1 ബെറിബെറി. B2 ത്വക്ക് സംബന്ധമായ രോഗം വളർച്ചാ മാന്ദ്യം. B3 പെല്ലഗ്ര. B5 പരസ്തേഷ്യ. B6 അനീമിയ. B7 ഡെർമറ്റൈറ്റിസ്. B9 വിളർച്ച, മെഗലോബ്ലാസ്റ്റിക് അനീമിയ. B12 പെർനീഷ്യസ് അനീമിയ. ജീവകം സി സ്കർവി. ജീവകം ഡി കണ അല്ലെങ്കിൽ റിക്കറ്റ്സ്. ജീവകം ഇ വന്ധ്യത. ജീവകം കെ രക്തസ്രാവം. അടുത്തത് ഒരു കൺഫ്യൂസിങ് ഫാക്റ്റാണ്, നമുക്കൊന്ന് നോക്കിപ്പോയാൽ മതി. B6 മൈക്രോസൈറ്റിക് അനീമിയാണ്. B9 എന്ന് പറയുന്ന മാക്രോസൈറ്റിക് അനീമിയ. B12 പെർനീഷ്യസ് അനീമിയ. അപര്യാപ്തത രോഗങ്ങളാണ് മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. B6 മൈക്രോസൈറ്റിക് അനീമിയ. B9 മാക്രോസൈറ്റിക് അനീമിയ. B12 പെർനീഷ്യസ് അനീമിയ. പിന്നെ ഹോർമോൺ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ഇയും ഡിയും. വൈറ്റമിൻ ഇയും വൈറ്റമിൻ ഡിയും ആണ് ഹോർമോൺ വൈറ്റമിൻ. വൈറ്റമിൻ ജി അല്ലെങ്കിൽ ജെ B2 ആണ്. B2ൻ്റെ മറ്റൊരു പേരാണ് വൈറ്റമിൻ ജി അല്ലെങ്കിൽ ജെ. B7ൻ്റെ മറ്റൊരു പേരാണ് വൈറ്റമിൻ എച്ച്. B9ൻ്റെ മറ്റൊരു പേരാണ് വൈറ്റമിൻ എം. വൈറ്റമിൻ B3 മറ്റൊരു പേരാണ് PP പ്രിവെൻറ്റ് പെല്ലഗ്ര. ജി അല്ലെങ്കിൽ ജെ B2, എച്ച് B7, എം B9, PP B3 പ്രിവെൻറ്റ് പെല്ലഗ്ര. അടുത്തത് ആൻറ്റി ക്യാൻസർ വൈറ്റമിൻ അല്ലെങ്കിൽ ആൻറ്റി ഓക്സിഡൻ്റായി നമ്മുടെ കോശങ്ങളെ സംരക്ഷിക്കുന്ന വൈറ്റമിൻസ് ആണ് വൈറ്റമിൻ ഇ, വൈറ്റമിൻ സി, വൈറ്റമിൻ എ. ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും എന്ന ടോപ്പിക് ഇവിടെ കംപ്ലീറ്റ് ആയി. എല്ലാ പോയിൻറ്സും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ക്ലാസ് ചെയ്തത്. നിങ്ങൾ ക്ലാസ് സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളൊന്ന് കണ്ടു നോക്കാൻ ശ്രമിക്കണം. പിന്നെ ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.